സംഭവം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പം നമുക്കിന്ന് ഇങ്ങനെ സിമ്പിളായിട്ടൊരു പോപ്പർ ഉണ്ടാക്കാൻ നോക്കിയാലോ? സംഭവം എളുപ്പമാടോ. നമ്മളിതിനായിട്ട് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ എന്തൊക്കെയുള്ള സാധനങ്ങൾ അത് വെച്ചിട്ട് തന്നെ നമുക്കൊരു പോപ്പർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പെൻ എടുക്കുക. പെന്നിൻ്റെ രണ്ട് സൈഡിൽ അടപ്പ് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. ആ റബ്ബർ ബാൻഡിൻ്റെ ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു പെന്നിൻ്റെ അടപ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കെട്ടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റിക്ക് എടുക്കുക. അപ്പോൾ സ്റ്റിക്കില്ല വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിലുണ്ടാവില്ല ഈർക്കിലൊക്കെ, ആ ഈർക്കിലെടുത്തിട്ട് ചെയ്താലും മതി. നമ്മൾ ഈർക്കിലെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അതിൻ്റെ ഉള്ളിലെ കൂടിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം നമ്മൾ എന്ത് ചെയ്യുക, റബ്ബർ ബാൻഡ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് അവിടെയും കൂടി ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, കെട്ടി കൊടുക്കുക ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ അത് അതുപോലെ കിട്ടും. ഇതിങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിടാനുള്ള ആ ഒരു ടൈപ്പായി കണ്ടിട്ട് കിട്ടും. നമുക്ക് ഈ പോപ്പറിൻ്റെ മേലെ സാധനങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു A4 എടുക്കുക. ആ A4ൻ്റെ കോൺ ഷേപ്പിലാക്കി ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ഗമ്മൊക്കെ തേച്ച് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്നതുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട എത്ര സൈസാണോ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുന്നേ അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് ആ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചതിന് ശേഷം ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം കളർ പേപ്പർ. എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ തൽക്കാലം ഞാനൊരു A4 എടുത്തിട്ട് എന്താക്കി, അതൊന്ന് കളർ ചെയ്തിട്ടെടുത്ത് പെയിൻറ്റ് അടിച്ചെടുത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് അതെന്ത് ചെയ്യുക, അതേമാതിരി തന്നെ ഒരു സ്റ്റിക്കി നോട്ട് എടുത്ത് എന്നിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുതാക്കി നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അത് പോപ്പറിൻ്റെ ഉള്ളിലിട്ട് വലിച്ച് ഇട്ടാൽ സാധനം റെഡിയായി.